ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സൂര്യ ബ്രദേഴ്സ്. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കല്യാണ ആൽബം കാണിക്കാനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചാനലിൽ കുറച്ച് വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്, കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും അല്ലേ, നമ്മുടെ ഫാമിലിയിൽ ആരൊക്കെയുണ്ട്, എന്തുകൊണ്ടാണ് സൂര്യ ബ്രദേഴ്സ് എന്ന് പേരിട്ടതെന്നൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിന്ന് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ എൻ്റെ പേര് ശ്രീലക്ഷ്മി, എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് അഭിഷേക്. ഞങ്ങളുടെ വീട് വരുന്നത് കൊടുങ്ങല്ലൂരാണ് കേട്ടോ. ഇതൊക്കെ ഞങ്ങളുടെ നിശ്ചയത്തിൻ്റെ ഫോട്ടോസാണ്. ഞങ്ങളുടെ കല്യാണം 2022 കേട്ടോ. കറക്റ്റ് ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 2022 മെയ് 8 ഞങ്ങളുടെ കല്യാണം. അപ്പോൾ ഈ മെയ് 8 വരുമ്പോഴേക്കും 4 കൊല്ലമാവുകയാണ്. 2021 ഡിസംബറിലാണ് പെണ്ണ് കാണാനായിട്ട് വരുന്നത്. ഞങ്ങളുടെ കല്യാണം അറേഞ്ച് മാരേജ് ആയിരുന്നു കേട്ടോ. ഒരു ബ്രോക്കർ വഴിയായിരുന്നു കേട്ടോ ആ കല്യാണാലോചന വന്നത്. ഞാനാണെങ്കിൽ ആ സമയത്ത് കല്യാണം കഴിക്കില്ല എന്നും പറഞ്ഞ് ഒറ്റക്കാലി തപസ്സായിരുന്നു. ജോലി കിട്ടിയിട്ട് മതിയെന്നായിരുന്നു എനിക്ക്. പക്ഷേ എൻ്റെ ജാതകത്തിൽ 25 വയസ്സിന് മുന്നേ കല്യാണം കഴിക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ അത് കേട്ടപ്പോൾ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ടെൻഷനായിട്ട് 24 വയസ്സായപ്പോഴേക്കും എന്നെ കെട്ടിച്ചു വിടാനുണ്ടായത്. ഞാനിപ്പോൾ BEd ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എനിക്കൊരു സെമസ്റ്റർ കൂടി ഉണ്ടായിരുന്നു കഴിയാനായിട്ട്. എന്നിട്ട് അഭിച്ചേട്ടൻ്റെ വീട്ടിൽ പോയതിന് ശേഷമാണ് ഞാൻ ആ സെമസ്റ്റർ കംപ്ലീറ്റ് ചെയ്തത്. ഒരു ഫോട്ടോ കൂടി കാണാണ്ടാണ് കേട്ടോ അഭിച്ചേട്ടനെ പെണ്ണ് കാണാൻ വന്നത്. അതായത് ഞങ്ങളുടെ ഫസ്റ്റ് മീറ്റിംഗ് ഞങ്ങളുടെ പെണ്ണ് കാണലായിരുന്നു. പക്ഷേ കണ്ടപ്പോൾ ഞങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായി, സംസാരിച്ചപ്പോൾ പിന്നെ ഇഷ്ടമായി. അങ്ങനെയാണ് ഞാനും പിന്നെ എതിർപ്പൊന്നും പ്രകടിപ്പിച്ചില്ല. അങ്ങനെയായിരുന്നു കേട്ടോ ഞങ്ങളുടെ കല്യാണം നടന്നത്. ദേ ഇതാട്ടോ അഭിച്ചേട്ടൻ്റെ അമ്മയാണ് എനിക്കന്ന് വളയിട്ട് തന്നത്. പിന്നെ ദേ അഭിച്ചേട്ടൻ്റെ ചേട്ടൻ്റെ വൈഫ് പ്രിയ ചേച്ചി, സ്റ്റെഫി എന്നാണ് പേര്, ഞങ്ങൾ പ്രിയ ചേച്ചി എന്നാണ് വിളിക്കുന്നത്. ആളാണ് എനിക്കന്ന് പുടവ തന്നത്. അഭിച്ചേട്ടൻ ബാങ്കിലാട്ടോ വർക്ക് ചെയ്യുന്നത്. അഭിച്ചേട്ടൻ്റെ വീട്ടിൽ 2 ആൺപിള്ളേരാണ്, അഭിച്ചേട്ടനും പിന്നെ ആളുടെ ചേട്ടൻ കണ്ണൻ എന്ന് വിളിക്കുന്ന ബിനീഷും. ഈ 2 ആൺപിള്ളേർക്ക് കൂടി ഞങ്ങളുടെ വീട്ടിൽ 4 ആൺകുട്ടികളാണ് കേട്ടോ ഉണ്ടായത്. അതായത് നമ്മുടെ ഫാമിലിയിൽ ആൺപിള്ളേർ മാത്രമേ ഉള്ളൂ, പെൺപിള്ളേർ വളരെ കുറവാണ്. അപ്പോൾ ഞാനും അമ്മയും ചേച്ചിയും മാത്രമേ അവിടെ പെണ്ണുങ്ങളായിട്ടുള്ളൂ, ബാക്കി എല്ലാ ആണുങ്ങളാണ്. അത് അവരുടെ ഫാമിലിയിൽ ഒരു പ്രത്യേകത കേട്ടോ. അവിടെ എല്ലാ ഫാമിലിയിലും നോക്കിക്കഴിഞ്ഞാലും കൂടുതൽ ബോയ്സാണ്. അപ്പോൾ ദേ ഇതായിട്ട് ഫാമിലി, അച്ഛൻ്റെ ചേട്ടൻ, പിന്നെ ചേട്ടൻ്റെ വൈഫ്, അമ്മ, അച്ഛൻ. ചേട്ടന് 3 കുട്ടികളാണ് കേട്ടോ. ആദ്യത്തെ 2 പേര് ട്വിൻസാണ്, പിന്നെ ഇളയത് ഒരാളും കൂടിയുണ്ട്. ട്വിൻസായ ആൾക്കാർ ഇപ്പോൾ UKGയിലാണ് പഠിക്കുന്നത്, പിന്നെ ഇളയത് LKGയിലാണ് പഠിക്കുന്നത്. ഇവന്മാരുടെ പേരാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. ആദ്യത്തെ ചെക്കന്മാരുടെ പേര് ശ്രാവൺ സൂര്യ, ശ്രേയസ് സൂര്യ. അത് കഴിഞ്ഞിട്ട് തേജസൂര്യ. പിന്നെ ഞങ്ങളുടെ മോൻ്റെ പേര് ഏതൻ സൂര്യ. അപ്പോൾ ഇങ്ങനെ 4 സൂര്യമാരാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിലുള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ ചാനലിനെ സൂര്യ ബ്രദേഴ്സ് എന്ന് പേരിട്ടത്. ഇപ്പോൾ എല്ലായിടത്തും പോകുമ്പോൾ ആൾക്കാർ ചോദിക്കും ഈ സൂര്യ എന്നുള്ളത് അവരുടെ അച്ഛൻ്റെ പേരാണോ എന്നൊക്കെ. പക്ഷേ അങ്ങനെയൊന്നുമല്ല. ആദ്യത്തെ ട്വിൻസ് ആയതുകൊണ്ട് അവർക്കൊരു മാച്ചിങ് ഉള്ള പേരിടണമെന്ന് വിചാരിച്ചിട്ട് ശ്രാവൺ സൂര്യ, ശ്രേയസ് സൂര്യ എന്ന് പേരിട്ട്. പിന്നെ ഉണ്ടായതൊക്കെ ആൺപിള്ളേരായതുകൊണ്ട് തന്നെ അവർക്കും സൂര്യ എന്നുള്ള പേരിൽ അവസാനിക്കണമെന്ന് അങ്ങനെ വിചാരം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് അവരുടെ പേരിട്ടത്. അപ്പോൾ ചാനൽ ആദ്യം ഈ കുട്ടികളുടെ പേരിലാണ് നമ്മൾ തുടങ്ങിയത്. അതുകൊണ്ടാണ് സൂര്യ ബ്രദേഴ്സ് എന്ന് ഇടാമെന്ന് വിചാരിച്ചത്. പിന്നെയാണ് വീഡിയോസൊക്കെ കണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞത് ഫാമിലി വ്ളോഗ് കൂടി ഇതിൽ ആഡ് ചെയ്യണമെന്ന്. അങ്ങനെ ഇപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് നമ്മൾ ഇടാൻ തുടങ്ങിയിട്ടാ. അപ്പോൾ നമ്മളിപ്പോൾ ജോയിൻ്റ് ആയിട്ട് തന്നെ ഉണ്ടാ താമസിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ടോട്ടലി 10 പേരുണ്ട് കേട്ടോ. പിന്നെ പുതുതായിട്ട് വീഡിയോസ് കാണുന്ന എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൊറോണ സമയത്തായിരുന്നു കേട്ടോ നമ്മുടെ നിശ്ചയം. അത് കാരണം ചെറിയ ഫംഗ്ഷനായിരുന്നു, അധികം ആർക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ദേ പുടവ, ഇത് തലേദിവസമായിരുന്നു, കല്യാണത്തിൻ്റെ തലേദിവസമായിരുന്നു. പുടവയുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഞാൻ തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാ അപാകതകളും നിങ്ങൾക്ക് എൻ്റെ ഫോട്ടോസിൽ കാണാം കേട്ടോ. എനിക്കൊരു ബ്രദറാണ് കേട്ടോ ഉള്ളത്. ആളുടെ പേര് കൃഷ്ണകുമാർ, നമ്മൾ വിഷ്ണു എന്നാണ് വിളിക്കുന്നത്. ആൾ ഒമാനിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിശ്ചയത്തിൻ്റെ സമയത്ത് ആളുണ്ടായിരുന്നില്ല, കല്യാണത്തിനാണ് കേട്ടോ ആളെത്തിയത്. ഈ കല്യാണത്തിന് പുടവ തന്നത് അപ്ചേൻ്റെ തഞ്ചാവൂരിലുള്ള കസിൻ സിസ്റ്ററാണ് കേട്ടോ. അപ്ചേൻ്റെ 2 വലിയന്മാർ തഞ്ചാവൂരിലാണ് സെറ്റിൽഡ്. അപ്പോൾ കല്യാണത്തിന് എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ദേ അപ്ചേട്ടൻ്റെ വല്യമ്മമാർ, എൻ്റെ ചേട്ടൻ. ഞാനൊരു യൂട്യൂബറാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ടീച്ചിങ് ആണ്. ഞാൻ ടീച്ചറാവാൻ വേണ്ടിയിട്ടാണ് പഠിച്ചത്, BEd ആണ് കംപ്ലീറ്റ് ചെയ്തത്. പിന്നെ ഞാനിപ്പോൾ ചെയ്യുന്നത് PSC കോച്ചിങ് ആണ്.
ഗവൺമെൻറ് എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നു. പക്ഷേ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ഫാമിലിയിൽ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമുക്ക് 4 പിള്ളേരുണ്ട്. അപ്പോൾ അവരുടേതായ കുറേ കളികളും തമാശകളും ഉണ്ട്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ അമ്മയും വീട്ടുകാരും ഒക്കെ കൂടെ പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഈ ചാനൽ തുടങ്ങുന്നത്. എനിക്ക് ഈ മേഖലയിൽ വലിയ അറിവുകളൊന്നുമില്ല. അപ്പോൾ ഈ വീഡിയോസിലുണ്ടാകുന്ന മിസ്റ്റേക്സൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കണേ. വീഡിയോസ് ഇട്ട് തുടങ്ങിയപ്പോൾ എനിക്കും ഇപ്പോൾ ഇൻട്രസ്റ്റ് ആയിട്ടോ. അങ്ങനെയാണ് ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ തുടങ്ങിയത്. ഇതെൻ്റെ ബ്രൈറ്റ് ടു ബി ഫംഗ്ഷൻ്റെ ഫോട്ടോസാണ് കേട്ടോ. ഹൽദി ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ബ്രൈറ്റ് ടു ബി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബേസിക്കലി ഞാനൊരു പഠിപ്പിയായിരുന്നു. എനിക്ക് ഈ മേഖലകളൊന്നും യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ചെറിയ ഇൻട്രസ്റ്റൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ദേ കല്യാണത്തിൻ്റെ ഫോട്ടോസ്. ഇതായിരുന്നു കേട്ടോ എൻ്റെ സാരി, ഫസ്റ്റ് സാരി. പച്ച കളറ് ഞാൻ തന്നെ സെലക്ട് ചെയ്തതാണ്. എല്ലാവരും പറഞ്ഞു റെഡ് മതിയായിരുന്നു എന്ന്. അപ്പോൾ റെഡൊക്കെ കണ്ട് മടുത്ത് ഒരു വെറൈറ്റി ആക്കാമെന്ന് വിചാരിച്ചതാണ്. രണ്ടഭിപ്രായം ഉണ്ടായിരുന്നു കേട്ടോ. ചിലവർക്ക് ഇഷ്ടമായി, ചിലവർക്ക് ഇഷ്ടമായില്ല. പക്ഷേ എനിക്ക് എൻ്റെ സാരി നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ. ഈ ആൽബത്തിൽ നമ്മുടെ കല്യാണത്തിൻ്റെ മാത്രം ഫോട്ടോസ് ഉള്ളൂ കേട്ടോ. റിസപ്ഷൻ്റെ ഫോട്ടോസ് ഇല്ല. ഞങ്ങൾ 2 ടീമിനെയാണ് കേട്ടോ കല്യാണ വർക്ക് ഏൽപ്പിച്ചിരുന്നത് ക്യാമറയ്ക്ക്. അപ്പോൾ അബ്ചേട്ടൻ്റെ സൈഡിൽ നിന്നുള്ളൊരു വീഡിയോ ആയിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ നമ്മുടെ റിസപ്ഷൻ്റെയും അതൊക്കെ നമുക്ക് വീഡിയോ ആയിരുന്നു. കല്യാണത്തിൻ്റെ നമുക്ക് ഫോട്ടോസായിരുന്നു. അപ്പോൾ ആൽബം ഞങ്ങളുടെ വീട്ടിൽ നിന്നാണ് ചെയ്തത്. അപ്പോൾ ആൽബത്തിൽ കല്യാണത്തിൻ്റെ ഫോട്ടോസ് മാത്രമേ ഉള്ളൂ. പിന്നെന്താ പറയുക, നമ്മുടെ ഫാമിലിയിൽ 4 പിള്ളേരെ കുറുമ്പും കളിയും തമാശയും ഒരു ദിവസം തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരണ വരെ ഇവന്മാരെ കുറുമ്പും ഒക്കെയാണ് കേട്ടോ. എങ്ങനെയാണ് എത്ര പെട്ടെന്ന് തീർന്നു പോകണമെന്നും കൂടി പറയാൻ പറ്റില്ല. അത്രയ്ക്ക് രസമാണ്. ചില സമയത്ത് നമുക്ക് ദേഷ്യം വരും. എന്നാലും അവന്മാരുടെ പ്രായമാണത്. 2 പേര് UKG പഠിക്കുന്നത്, ഒരാൾ LKG. നമ്മുടെ മോൻ 2.25 വയസ്സേ ആയിട്ടുള്ളൂ. ഒരു 2-3 മാസം കഴിഞ്ഞാൽ അവനും അംഗനവാടി പോയി തുടങ്ങും. പിന്നെ നമ്മൾ ഫ്രീ ആണ് ഗൈസ്. കല്യാണം എൻ്റെ തറവാട്ടമ്പലത്തിൽ വെച്ചായിരുന്നു കേട്ടോ. അമ്പലം എന്നൊന്നും പറയാനില്ല, ഒരു ചെറിയ മുല്ലത്തറയായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു. അപ്പോൾ അവിടെ വെച്ചാണ് കല്യാണം നടത്തിയത്. പിന്നെ കല്യാണത്തിന് ശേഷമുള്ള ചടങ്ങുകളൊക്കെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു ഹാളിലായിരുന്നു. നമ്മുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ പട്ടി ഉരയ്ക്കുന്ന സൗണ്ട് ഭയങ്കരമായിട്ട് കേൾക്കുന്നുണ്ട്. അതൊന്നും എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. ഇപ്പോൾ എൻ്റെ മോൻ ഉറങ്ങുന്ന സമയത്താണ് ഞാൻ ഈ വോയിസ് ഇടുന്നത്. അവൻ എനിക്ക് കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യത്തിന് എന്നെ സമ്മതിക്കില്ല. അവൻ്റെ പ്രായം അതാണ്. അതുകൊണ്ട് അവൻ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ പട്ടി ഉരയ്ക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. ഇതായിരുന്നു കേട്ടോ നമ്മുടെ സ്റ്റേജ് അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. ചേട്ടൻ്റെ വീട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ്റെയും ചേച്ചിയുടെയും ലവ് മാരേജ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ കല്യാണം നന്നായിട്ട് നടത്തുന്നുണ്ടായിരുന്നു. അവരെ കല്യാണമായിട്ടൊന്നും അങ്ങനെ നടത്തിയിട്ടുണ്ടായില്ല. അപ്പോൾ എല്ലാവരെയും പ്രതീക്ഷ ചേട്ടൻ്റെ കല്യാണത്തിലായിരുന്നു. പിന്നെ കല്യാണത്തിൻ്റെ ചടങ്ങുകളാണ്. നമ്മുടെ ഫാമിലി ഫോട്ടോസ്. ഇപ്പം എല്ലാവരും ഫോട്ടോസ് മൊബൈലിൽ തന്നെ സേവ് ചെയ്യുമല്ലോ. എന്നാലും ആൽബം എന്നുള്ളത് പറയുന്നത് പണ്ടത്തെ ഉള്ളൊരു കസ്റ്റമാണ്. നമ്മുടെ കയ്യിലുള്ളത് നമുക്കൊരു സന്തോഷമാണല്ലേ. ഇപ്പോൾ എനിക്ക് തോന്നുന്ന ആൽബം ഒന്നും അങ്ങനെ അധികാരം ചെയ്യിക്കാറില്ല എന്ന് തോന്നുന്നു. പണ്ടായിരുന്നു ആൽബത്തിനോട് എല്ലാവർക്കും വല്ലാത്തൊരു ഇത്. എന്നാൽ ആൽബം മാത്രമല്ലേ ഉള്ളൂ, ഫോട്ടോസായിട്ട് ഉള്ളത് ആൽബത്തിൽ മാത്രമല്ലേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊക്കെ അവൈലബിൾ ആണ്. എന്നാലും ആൽബത്തിനോടൊരു ഇഷ്ടമാണ്. ഇതേ നമ്മുടെ ഒരു വലിയ ഫോട്ടോ. ആൽബം ചെയ്തിരിക്കുന്നത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ചെറായിലുള്ള ഒരു ക്യാം അഡിക്റ്റഡ് എന്നും പറഞ്ഞിട്ട് പേജൊക്കെ ഉള്ള ഒരു എൻ്റെ ബ്രദറിൻ്റെ കൂട്ടുകാരനാണ് ചെയ്തത്. നന്നായിട്ട് ചെയ്തു തന്നിട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഫാമിലിയെ പറ്റിയുള്ള ഇൻട്രൊഡക്ഷൻ. നമ്മൾ ഇനി ചാനലിൽ വീഡിയോസ് ഇടുമ്പോൾ നമ്മൾ ഒന്നുകൂടി എല്ലാവരെയും പരിചയപ്പെടുത്തുന്നതായിരിക്കും. ലോങ് വീഡിയോ ഇനി ഇടയ്ക്കിടാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഷോർട്ട് വീഡിയോയ്ക്ക് നിങ്ങൾ ഇപ്പോൾ ഇത്രയും നല്ല സപ്പോർട്ട് തന്നപ്പോഴാണ് നമ്മൾ ഒന്നും കൂടി ചാനലൊന്ന് മെച്ചപ്പെടുത്താമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത്രയും നാൾ തന്ന സപ്പോർട്ട് ഇനിയും എല്ലാവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ മിസ്റ്റേക്സ് വരുന്നതൊക്കെ ഒന്ന് ക്ഷമിക്കുക. തുടക്കത്തിൻ്റേതായ പ്രശ്നങ്ങളാണ്, അതൊക്കെ നമ്മൾ പരിഹരിക്കുന്നതായിരിക്കും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഗൈസ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്ന എല്ലാവരും വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ മുന്നോട്ടുള്ള ഊർജം. അപ്പോൾ നമ്മൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക. അത്രയേ ഉള്ളൂ. താങ്ക്